യങ്സ്റ്റേഴ്സ്, അതായത് പുതിയതായിട്ട് ജോലിയിലേക്ക് കയറുന്ന ആളുകൾ പൊതുവായിട്ട് പറഞ്ഞു കേൾക്കുന്നൊരു സാധനം, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും സാലറി ഇല്ല, ആകെ ഇത്രയാണ് കിട്ടുന്നത്, എനിക്ക് ചിലവിനത്. പക്ഷേ ആ ഒരു രീതിയിൽ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 150 രൂപ 200 രൂപ മതി, അത് ഇൻവെസ്റ്റ് ചെയ്യണം. പെരുന്നാളിനോ വിഷുവിനോ ഒക്കെ കൈനീട്ടം കിട്ടണ പൈസ പോലും പാരൻസ് വാങ്ങിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്നാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടിയുടെ കയ്യിലേക്ക് ആ പണം കൊടുത്തിട്ട് ഇത് തീർന്നു പോകുന്നു, ഇതിനൊക്കെ ലൈക്ക് നമുക്ക് ചിലവാക്കേണ്ടതിനെ ചിലവാക്കിയിട്ട് മാറ്റി വെക്കാനുള്ളത് മാറ്റി വെക്കണമെന്നും അവനെ ആ പ്രായം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ ഒരു ജോലി കിട്ടിയാലും ഈ കിട്ടുന്ന പണത്തെ അവൻ പ്രോപ്പറായിട്ട് വിനിയോഗിക്കും. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 കോളേജുകളിലായിട്ട് ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് സിലബസിലേക്ക് ആഡ് ചെയ്ത് അവരുടെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇത് അത്രയ്ക്കും പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ ഇപ്പോൾ ടീച്ചേഴ്സാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും ഇവരെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയടിക്ക് പറയും. നമസ്കാരം, ആലീസ് ബ്ലൂവിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒന്ന് അറിയാമോ, നമുക്ക് പലപ്പോഴും ആലീസ് ബ്ലൂ ഈ പറഞ്ഞ മാതിരി തന്നെ അവയർനെസ് പ്രോഗ്രാം ആയിരുന്നു നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഒന്ന് നമുക്കൊരു പുതിയൊരാൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ എങ്ങനെ നമുക്ക് തുടങ്ങാം, അതിനെക്കുറിച്ച് നിഖിൽ കാരോത്ത് നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യെസ് നിഖിൽ, വെൽക്കം ടു ആലീസ് ബ്ലൂ ചാനൽ. യെസ്, നമ്മളിപ്പോൾ ഒരു പുതിയൊരാൾ സ്റ്റോക്ക് മാർക്കറ്റ് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോഴത്തെ പല മിഥ്യാധാരങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ദിവസം കോടീശ്വരനാവാം, അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരും, നിങ്ങൾക്ക് ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാം, പല ഇത് നടക്കുന്നത്. ഒരു 30,000 രൂപ ഒരു മാസം സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് എങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതെങ്ങനെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഏതൊരാളും ഇൻവെസ്റ്റ് ചെയ്യണം. ട്രേഡിങ്ങിലേറെ ഉപരി ഇൻവെസ്റ്റ് ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ അത് ഏറ്റവും ഏർലി സ്റ്റേജസിൽ അയാൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രം ദ ഡേ 1 ഒരു ജോലി കിട്ടി, ഡേ 1 ഓൺവേർഡ്സ് ഹി ഹാവ് ടു ഇൻവെസ്റ്റ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണെങ്കിൽ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളിലൊരു ഭയം കൊണ്ടാണ് വരിക, ഒരു പേടി കൊണ്ടായിരിക്കും വരുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ ഏറ്റവും സിമ്പിളായിട്ട് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൽ നമുക്ക് അറിയാം, നിഫ്റ്റി 50 ETF ഉണ്ട്, ഗോൾഡ്, സിൽവർ ആണെങ്കിൽ ഇനി ഈവൻ നാസ്ഡാക്കിലേക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ആകെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇന്ത്യയിൽ മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു 30,000 രൂപ പോട്ടെ, ഒരു 15,000 രൂപ സാലറി ഉള്ളൊരു വ്യക്തി, അതായത് അയാളുടെ കരിയറിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് അവിടെ ഒരു 15,000 രൂപ സാലറി ഉള്ളൊരു വ്യക്തിക്ക് പോലും ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ SIP മോഡിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മോഡിൽ എവ്രി മന്ത് ചെറുതായിക്കോട്ടെ, ഒരു 150 രൂപ 200 രൂപ ആയിക്കോട്ടെ, അത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അത് മീൻസ് എല്ലാ മന്ത്ലി വൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു അഡിക്ഷൻ കിട്ടാനുണ്ട്. നമ്മൾ ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകളെ പോലെ ഇങ്ങനെ പല അഡിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലൊരു അഡിക്ഷൻ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഒരു കണ്ടിന്യൂസ്ലി ഒരു 3, 4, 5 മാസം അതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുക, അതിൽ ചെറിയ ഗ്രോത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അതിലേക്കുള്ള ഒരു കോൺസെൻട്രേഷൻ കൂടും, അത് നമ്മളെ ഒരു ഹാബിറ്റായി മാറും. അപ്പോൾ SIP മോഡിൽ അവൻ്റെ സാലറി വരുന്ന, അതായത് അതും ഞാൻ പറയുകയാണെങ്കിൽ സാലറി വന്നാൽ ദ നെക്സ്റ്റ് ഡേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നെക്സ്റ്റ് മന്ത് ഈ സാലറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഏതൊരു ചെറിയ സാലറി ഉള്ളൊരു വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ ETF-കളോ ഇനി 500 രൂപയ്ക്ക് പോലും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ 500 റേഞ്ചസിലൊക്കെ ഉള്ള സ്റ്റോക്കുകളുണ്ട്, അതൊക്കെ ഒരു ഷെയർ ഒരു സ്റ്റോക്ക് വെച്ച് വാങ്ങി വെക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എന്തിൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യണമെന്നുള്ളതാണ്. മനസ്സിലായത്. കാരണം അവിടെയാണ് അവൻ്റെ ഒരു ഹാബിറ്റ് അതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാനും അത് പിന്നെ ഫ്യൂച്ചറിലേക്ക്, അതായത് മുന്നോട്ട് അവരുടെ സാലറി കൂടുന്ന സമയത്തോ ആ ഒരു സമയത്ത് അത് കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സ്, അതായത് പുതിയതായിട്ട് ജോലിയിലേക്ക് കയറുന്ന ആളുകൾ പൊതുവായിട്ട് പറഞ്ഞു കേൾക്കുന്നൊരു സാധനം, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നും സാലറി ഇല്ല, ആകെ ഇത്രയാണ് കിട്ടുന്നത്, എനിക്ക് ചിലവിനത്. പക്ഷേ ആ ഒരു രീതിയിൽ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 150 രൂപ 200 രൂപ മതി, അത് ഇൻവെസ്റ്റ് ചെയ്യണം.
സ്റ്റാർട്ട് ചെയ്യണം, അതായത് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ അതെ. കാരണം പലപ്പോഴും ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ സംസാരിക്കും, പല ആൾക്കാരും നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്തു, പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ആ ലോൺ അടയ്ക്കും. പക്ഷേ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴോ തീർച്ചയായിട്ടും നമുക്ക് പേടിയുണ്ടാവും. സാധനം അയ്യോ എനിക്ക് 3 കൊല്ലം അടയ്ക്കാൻ പറ്റുമോ, പക്ഷേ നേരെ തിരിച്ച് ലോണോ അല്ലെങ്കിൽ ബാക്കി നമ്മൾ കറക്റ്റായിട്ട് ആ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും ഞാൻ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മൾ ട്രഡീഷണലി ഫോളോ അപ്പ് ചെയ്യുന്നതിലൊക്കെ ചിട്ടികളുണ്ട്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം വിഷുവിനൊരു ചിട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഓണത്തിനൊരു ചിട്ടി ഉണ്ടാവും, അങ്ങനെ നാട്ടുമ്പുറത്തും ബാക്കി ഇങ്ങനെ. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വളരെ കുറച്ചുകൂടി മഹത്തായമായുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ നമുക്ക് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇതിൽ ചിട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ. ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു കാര്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ലോൺ എടുത്താൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അടവ് പോവും. ഇപ്പോൾ നമ്മുടെ പുതുതലമുറ ജനറേഷൻ സെഡ്, ജെൻസി, ഈ ജെൻസിയുടെ ഇപ്പോഴത്തെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ EMI സാധനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ്, അതായത് ഇന്ത്യയിൽ ഏകദേശം 30-60% എന്തോ ആണ് ഗ്രോത്ത് കഴിഞ്ഞ 2023 ആപ്പിളിൻ്റെ ഫോണിൻ്റെ സെയിൽസിൽ. ഓക്കെ, അതിൽ 10-7 ഫോണും വിറ്റുപോയത് EMI-ലാണ്. മനസ്സിലായി. അത് ഈ ജെൻസിയാണ് ഏറ്റവും കൂടുതൽ ഷോ ഓഫ് എന്നുള്ള ഒരു കൾച്ചറാണിപ്പോൾ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ EMI അടച്ചു പോകുന്നുണ്ട്. പക്ഷേ ഈ ആളിത് ചിന്തിക്കുന്നില്ല, ഈ ഒരു എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി 1 വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വരും. ആ 1 വർഷം കാത്തിരുന്നാൽ എനിക്ക് ഇന്ന് ഞാൻ കൊടുക്കുന്ന, അതായത് EMI ഇട്ടിട്ട് ഒരു ഫോൺ ഞാൻ മേടിച്ചാൽ ഇന്ന് ഞാൻ കൊടുക്കുന്ന അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരില്ല. എനിക്ക് ഈ ഒരു ഫോണ് ഇത് ഇൻവെസ്റ്റിങ്ങിലൂടെയാണ് ഞാനിത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ, കാരണം അവിടെ എനിക്ക് 1 ഇയറിൻ്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി അതൊരു 70,000 രൂപയോ 75,000 രൂപയോ ആയി മാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ 60,000 ബാക്കി എനിക്ക് അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺസാണ്. പക്ഷേ ഇവിടെ ലൈക്ക് നമ്മൾ ഒരു EMI ഇട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അടക്കം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ അത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ്. അതായത് ലോങ് ടേം കാഴ്ചപ്പാടുകൾ കുറവാണ്. ഒരു ദീർഘവീക്ഷണം നമ്മൾ ഇപ്പോൾ എനിക്കെന്ത് കിട്ടും ആ ഒരു ചിന്തയിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ സമയമുണ്ട്, ഈ സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു പണം, അതിനെ ഞാൻ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് മതി ഈ പറയുന്ന അസറ്റോ അതല്ലെങ്കിൽ ഈ ഷോ ഓഫോ എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവരുടെ തലയിലേക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചിന്താഗതികൾ വന്നു തുടങ്ങും. അങ്ങനെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഫാമിലി, ഇപ്പോൾ എൻ്റെ ഫാമിലിയിലൊക്കെ ഉണ്ട് ഈ ചെറിയ ഇപ്പോൾ ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന ആളുകളൊക്കെ. ഇവർക്കിത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഇപ്പോഴത്തെ പുതു ജനറേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം തന്നെയാണത്. അവർ ഇൻ്റർനെറ്റിനോട് കൂടെ വളർന്നു വന്നൊരു ജനറേഷൻ ആയതുകൊണ്ട് തന്നെ അവരതാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അവരോടും പറയാനുള്ളത്. ഞാനൊക്കെ തന്നെ കരിയർ തുടങ്ങിയ ശേഷം തന്നെ കുറേ ഈ പറഞ്ഞ നമുക്കറിയില്ല എന്താ സ്റ്റോക്ക് മാർക്കറ്റ്, ഈ പറഞ്ഞ ഒന്നും അവൈലബിൾ അല്ല. നമ്മൾ പഠിച്ചെടുത്തു എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ബോധം ഇത് ഏതോ കുറച്ച് വലിയ ആൾക്കാർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നല്ല കുറേ അവയർനെസ് പ്രോഗ്രാം കൂടി ഇത് എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഞാൻ ചോദിക്കില്ല, ഇത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിഗ്രി ഒരു 3 കൊല്ലം നമ്മൾ നേരത്തെ പഠിക്കണമെന്ന്, അതിനോടൊപ്പം തന്നെ സിലബസ് ആയിട്ട് എനിക്കൊന്നും ഇപ്പോൾ MBA പഠിക്കാനുണ്ട്, മേ ബി ഫാക്കൽറ്റീസും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ തുടക്കത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ബേസിക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പഠിച്ച് അതിനെക്കുറിച്ച് എന്തായിരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായം വരുന്നത്? ഞാൻ ഈ ഒരു കാര്യം ഒരുപാട് ഡെപ്തിൽ ചിന്തിച്ചതാണ്. പക്ഷേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കുറേ പരിമിതികളുണ്ട്. ഇപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പേഴ്സണൽ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെർക്യാപ്പ്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 കോളേജുകളിലായിട്ട് ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് സിലബസിലേക്ക് ആഡ് ചെയ്ത് അവരുടെ ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇത് അത്രയ്ക്കും പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ ഇപ്പോൾ ടീച്ചേഴ്സാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും ഇവരെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയടിക്ക് പറയും തട്ടിപ്പ്,
ഓക്കെ. തട്ടിപ്പ് എന്നുള്ളൊരു വാക്ക് ഇവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഇവരെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള പാട് ഭയങ്കര. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈവൻ സ്കൂളുകളിലേക്ക് പോലും പെനട്രേറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ച ഒരു അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് വാക്കനിൽ സെറ്റാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു നമ്മളെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു 5th സ്റ്റാൻഡേർഡ് ടു 8th സ്റ്റാൻഡേർഡ്, ദെൻ 8th ടു 12th, ഇങ്ങനെയുള്ള ഈ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഏതൊരു സ്കൂളോ അതിനിപ്പോൾ കോളേജസിലേക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സ്കൂളുകളിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കും കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എന്നാലും ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും. ഇതിൻ്റെ ഒരു അവയർനെസ് ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ കിട്ടണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഒന്ന് ബാക്കോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാളിനോ വിഷുവിനോ ഒക്കെ കൈനീട്ടം കിട്ടണ പൈസ പോലും പാരൻസ് വാങ്ങിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ തരാമെന്നാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടിയുടെ കയ്യിലേക്ക് ആ പണം കൊടുത്തിട്ട് ഇത് തീർന്നു പോകുന്നു, ഇതിനൊക്കെ ലൈക്ക് നമുക്ക് ചിലവാക്കേണ്ടതിനെ ചിലവാക്കിയിട്ട് മാറ്റി വെക്കാനുള്ളത് മാറ്റി വെക്കണമെന്നും അവനെ ആ പ്രായം തൊട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ ഒരു ജോലി കിട്ടിയാലും ഈ കിട്ടുന്ന പണത്തെ അവൻ പ്രോപ്പറായിട്ട് വിനിയോഗിക്കും. തീർച്ചയായിട്ടും. മറ്റത് ഇതെന്താ ചെയ്യേണ്ടതെന്നറിയില്ല, പണം കിട്ടുന്നുണ്ട് ചിലവാക്കുക. അപ്പോൾ അവൻ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ എനിക്ക് ചിലവാക്കാനുള്ളതാണെന്നാണ്. പക്ഷെ അതിൽ നിന്ന് മാറി ഒരു സ്കൂൾസിലോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം തൊട്ട് തന്നെ പണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, നാളെ ഇതെൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എന്നുള്ളത് പഠിപ്പിക്കലും നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആലീസ് ബ്ലൂ വെച്ച് നമ്മൾ യൂഷ്വലി നമ്മളൊരു മോട്ടോ വരുന്നത് തന്നെ ഓരോ വീട്ടിലും മിനിമം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ്. കാരണം നമ്മൾ അവയർനെസ് പ്രോഗ്രാം, കാരണം അങ്ങനെ വന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇത് അറിയുള്ളൂ. ഇത്ര എമൗണ്ട് ഒന്നും വേണ്ടല്ലോ, 50 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് നമ്മുടെ അക്കാഡമിക് തലത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് സബ്ജക്റ്റ് അവർക്ക് വരുമായിരിക്കാം. അത് വന്നാൽ കുറച്ചുകൂടി നമുക്ക് ഈ സമൂഹത്തിനും ഈ പറഞ്ഞ അവർക്കും അവരൊരു ജോലി കിട്ടും പോകുമ്പോൾ തന്നെ അവർക്കൊരു വെൽ ക്യാപിറ്റലായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്, വെൽ റെഗുലേറ്റഡ് ആണ്. സോ നമുക്ക് എന്താണ് സാലറി കിട്ടിയാൽ ആ അടുത്ത നിമിഷം തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ നിയമസംവിധാനത്തിൽ ഇതിലൊരു മാറ്റം വന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതായത് നാളെ എൻ്റെ കയ്യിലേക്ക് വരുന്ന പണത്തെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി ഇറങ്ങുന്നൊരു വ്യക്തി, അവന് സമൂഹത്തിൽ പല കാര്യങ്ങളും ചെയ്യാനും പറ്റും. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.